അഖിലാണ്ഡമെങ്ങും അദൃശ്യ സാന്നിധ്യമായി വിളങ്ങും സർവേശ്വര നമോ നമോ. പാവനാത്മാവാൽ ദൈവ മാതാവാകുവാൻ നിയുക്തയായോരമ്മേ വണങ്ങിടുന്നു. ഭക്ത്യാദരാലന്യപാദാന്തികേ അഖിലാണ്ഡമെങ്ങും അദൃശ്യ സാന്നിധ്യമായി വിളങ്ങും മഹേശ്വര നമോ നമോ. ദൈവകൃപയാൽ നിറഞ്ഞവളെ ദൂതന്റെ മൊഴികൾക്കു കാതോർത്തവൾ ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം ഈ ലോക സ്വർലോകരാജ്ഞിയായി. ദൈവകൃപയാൽ നിറഞ്ഞവളെ ദൂതന്റെ മൊഴികൾക്കു കാതോർത്തവൾ ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം ഈ ലോക സ്വർലോകരാജ്ഞിയായി. ബത്ലഹേമിലും നസ്രത്തിലും നീ പാവനപാതയിൽ ചരിച്ചവളേ. ബത്ലഹേമിലും നസ്രത്തിലും നീ പാവനപാതയിൽ ചരിച്ചവളേ. കാനായിലേ കല്യാണവീടതിൽ കരുതലിൻ കരമായി തീർന്നവളേ. പുലർക്കാല താരകമേ ദൈവകൃപയാൽ നിറഞ്ഞവളെ ദൂതന്റെ മൊഴികൾക്കു കാതോർത്തവൾ ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം ഈ ലോക സ്വർലോകരാജ്ഞിയായി. ദൈവകൃപയാൽ നിറഞ്ഞവളെ ദൂതന്റെ മൊഴികൾക്കു കാതോർത്തവൾ ഇതാ കർത്താവിൻ ദാസിയെന്നോ നീ മറിയം ഈ ലോക സ്വർലോകരാജ്ഞിയായി. മൃതികൽപ്പം തിരുക്രൂശിൻ ചാരേയും നിറസാന്നിധ്യമായി മരിയാമ്പികേ. മൃതികൽപ്പം തിരുക്രൂശിൻ ചാരേയും നിറസാന്നിധ്യമായി മരിയാമ്പികേ. സെഹിയോനിലേ ഊട്ടുശാലയിൽ ശിഷ്യർക്കു ധീരമായി ധൈര്യമേകി സ്വർഗാരോപിതയേ. ദൈവകൃപയാൽ
ഒരുപാട് പലതരത്തിലുള്ള ചായക്കൂട്ടുകളാകുന്ന കുട്ടികളാൽ സമ്പന്നമാണ് ഈ പ്രതീക്ഷാഭവൻ. ഒരു പൂന്തോട്ടത്തിലെ മനോഹരങ്ങളായ പൂക്കളെന്ന പോലെ വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള, വ്യത്യസ്തങ്ങളായ ആശയങ്ങളുള്ള ഈ ചായക്കൂട്ടുകളെയെല്ലാം മനോഹരമായ ഒരു ക്യാൻവാസിലാക്കുകയാണ് ഇന്ന് ഇവിടെ. വർണ്ണം 2026. ഗുരുവാകണം, തുണയായി നീ തണലാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. അച്ഛനായും ദൂരെയും ചാരെയും കൂട്ടാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. ഗുണവാരിധേ നീ ഗുരുവാകണം, തുണയായി നീ തണലാകണം. കേരളം കേളി കൊട്ടുയരുന്ന കേരളം, മാന്യമഹാജനങ്ങളെ, സംഘകാലം, മധ്യകാലം, ആധുനിക കാലം, അങ്ങനെയുള്ള നമ്മുടെ ഈ മണ്ണിൻ ചരിത്രത്തെ അടയാളപ്പെടുത്തി വെച്ച
ഒരുപാട് കലാരൂപങ്ങളുണ്ട്, സൃഷ്ടികളുണ്ട്. ഞങ്ങൾ പ്രതീക്ഷാഭവന്റെ മക്കൾ ഇന്ന് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് നാട്യമായും നൃത്തമായും നിങ്ങളെ ചിലത് ഓർമ്മിപ്പിക്കാനാണ്. തുടക്കത്തിനു മുന്നേ ഒരു കാര്യം, ഒടുക്കം നിങ്ങളുടെ തിരിച്ചറിവുകളാണ്. ഇതിന് ഇടവേളകളില്ല, ആഘോഷങ്ങളേ ഉള്ളൂ. സങ്കടങ്ങളില്ല, സംശയങ്ങളേ ഉള്ളൂ. ഉത്തരങ്ങളില്ല, ചോദ്യങ്ങളേ ഉള്ളൂ. എന്താണ് ആ ചോദ്യങ്ങൾ? എന്താണ് ആ സംശയങ്ങൾ? പ്രതീക്ഷാഭവൻ അവതരിപ്പിക്കട്ടെ. മാറുന്ന കേരളം. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. തോഴി തോഴി തോഴിനോ ഇന്നുയിർ നീലയ മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നരബന താളം പരിചകളുടെ വെയിലൊളി മേളം നെഞ്ചിനു താളം വിടവിനു മേളം മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നരബന താളം പരിചകളുടെ വെയിലൊളി മേളം നെഞ്ചിനു താളം വിടവിനു മേളം ിൽ
शम्भो शङ्कर शिव त्रैलोक्य शुभकर सन्ध्याताण्डव प्रिय पाहि मां भवभयहर शम्भो शङ्कर शिव त्रैलोक्य शुभकर सन्ध्याताण्डव प्रिय पाहि मां भवभयहर शम्भो शङ्कर शिवा தோன்றிய அற்புதம் அதுவே சப்த ஸ்வரங்களும் லயங்களுமே பஞ்சபூதத்தையும் செவி சாய்க்க வைத்திடும் தந்திர ஸ்வரலயமே நாத பிரம்மமே ஸ்வரலயமே வினோத பொருளும் ஸ்வரலயமே தகவன தடிகை தசை உடைக்கும் லயம் முதலாம் சொல் தீதிக்கட்டும் திடமுடன் ஒலிக்கும் திண்மையான லய இரண்டாம் சொல் தொம் தொக தொக தொகவென கொட்டும் தொகும் கொண்ட லயத்தின் மூன்றாம் சொல் ദിനം സുപ്രഭാതം 2035 ജനുവരി 21 ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലയാളിക്ക് ആശ്വാസം. പെട്രോൾ വിലയിൽ 1,50,000 നിന്ന് 1 രൂപ കുറഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണത്. ഇടുക്കിക്കടുത്ത് അയൽവാസികളായ 2 ചെറുപ്പക്കാർ തമ്മിൽ സംസാരിച്ചു. ഇന്റർനെറ്റ് ഉപയോഗത്തിന് തടസ്സം നേരിട്ടതിനാലാണ് അപൂർവമായ ഈ കാര്യം സംഭവിച്ചിരിക്കുന്നത്. 25 വർഷത്തിന് ശേഷം പെരുമ്പാവൂരിൽ ഒരു മലയാളിയെ കണ്ടെത്തിയിരിക്കുന്നു. സന്തോഷം. മലയാളിക്കിത് വീണ്ടും ആഘോഷിക്കാവുന്ന ഒരു വാർത്ത. 2035 യൂത്ത് ഐക്കൺ അവാർഡ് പ്രഖ്യാപിച്ചു. ഇപ്രാവശ്യവും നടൻ മമ്മൂട്ടിക്ക് തന്നെ ആ അവാർഡ്. ഈ കഥ നടക്കുന്നത് 2030 ഒരു കൊച്ചു സായാഹ്നത്തിൽ ഒരു കൊച്ചു ആശുപത്രിയിൽ ഒരു കൊച്ചു OP തിയേറ്ററിന് മുന്നിലാണ്. അതാ നമ്മുടെ കഥാനായകൻ വന്നു പറഞ്ഞിരിക്കുന്നു.
നക്ഷത്രം ആ നക്ഷത്രക്കൂട്ടിൽ നിറയെ സ്നേഹപ്പൂങ്കിളികൾ കിളിപാടും പാട്ടിലൊരമ്മ മനസ്സുണ്ട് ചാഞ്ചാടിയാടി ഉറങ്ങ നീ ചരിഞ്ഞാടിയാടി ഉറങ്ങ നീ ആകാശത്തു ഞാലാട് നീ കാണാക്കിന കണ്ടുറങ്ങ നീ. എന്റെ മോൻ പഠിച്ച് അങ്ങ് കാനഡയിൽ പോയി നല്ല ജോലി വാങ്ങിയിട്ട് വേണം നിന്റെ ഭാര്യയും മക്കളെയും നോക്കാൻ എനിക്കും അപ്പനും അങ്ങോട്ട് വരാൻ. എന്റെ പൊന്നമ്മേ, ഇത് തന്നെ പഠിച്ചിട്ട് കിട്ടണില്ല. അപ്പോഴാണ് ഈ കാനഡ. നമുക്ക് വല്ല കാലടി എങ്ങനെ പോയാ പോരെ? ആ ബെസ്റ്റ്. അപ്പം കേൾക്കണ്ട. നിനക്ക് ഇവിടെ എന്താ കുറവ്? എന്തുണ്ടെങ്കിലും എന്താ, എന്റെ സ്വപ്നങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് ഒരു വിലയില്ലേ? നിർത്തണം. നിന്റെ ഒരു ഇഷ്ടം ഞാൻ സമ്മതിക്കാം. നാളെയാണ് IELTS കോച്ചിങ് ആരംഭിക്കുന്നത്. ഈ കുന്ത്രണ്ടൊക്കെ മാറ്റിട്ട് മര്യാദക്ക് പൊക്കോണം. ഹോ, ഇനിയിപ്പോ ആ ജയിലും സഹിക്കണല്ലോ. ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ മൊത്തം പേർക്കും കൊതിയായി, മൊത്തം പേർക്കും കൊതിയായി, മൊത്തം പേർക്കും കൊതിയായി. So pimp the ride, here we go. Balla, oh yeah, oh yeah. Balla, oh yeah, oh yeah. ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ മൊത്തം പേർക്കും കൊതിയായി, മൊത്തം പേർക്കും കൊതിയായി. പുസ്തകമങ്ങനെ തിന്നുമടുത്ത് മസ്തിഷ്കത്തിൽ ചതലായി, മൊത്തം പേർക്കും പ്രാന്തായി. സാറേ സാറേ സാരേ ഗമ പടം പഠിച്ചു മുടിച്ചു നമ്മൾ ആകെ പരുവ കേടായി. കണ്ണ് കടഞ്ഞ് കനൽ പൊരി പാറി കണ്ണട വെപ്പൊരു പതിവായി. തക്കം പാർത്തിരുന്നു കുറ്റം കണ്ടുപിടിച്ചട്ടം കൊണ്ടുവന്നു മൊത്തായി. പുത്തൻ വേലിയൊരു വയ്യാ വേലിയക്കുമുള്ളേ മുള്ളു മുറിക്കേ. ഒത്തൊരുമിച്ചൊരു ഗാനം, ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ മൊത്തം പേർക്കും കൊതിയായി, മൊത്തം പേർക്കും കൊതിയായി. Looking at the beat, going wild down beat. Talking about holy shit, eat the meat. All you gotta do is just shut up and sit. Move it down to the beat, so feel the heat. എടോ ജോസഫേ, നീ അറിഞ്ഞ എന്റെ മകന് അങ്ങ് ഓസ്ട്രേലിയയിൽ VCR കിട്ടി. ആ ഫസ്റ്റ് എടോ, അത് VCR അല്ല, PR, പെർമനന്റ് റെസിഡൻസ്. അവനെ അവിടെ സ്ഥിരതാമസാക്കിന്ന്. ചിരിച്ചോ, ഇനിയിപ്പോ അവനെ കാണാനേ വാട്സപ്പ് തന്നെ തരണം. നിനക്കൊക്കെ അസൂയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ലടാ ജോസഫേ, നിന്റെ മകൻ എന്തായി? IELTS കിട്ടിയാ? അതിനി നടക്കൂന്നൊന്നും തോന്നണില്ലടോ. അതെന്തു പറ്റി?
അവനൊരു താല്പര്യമില്ലാത്തൊരു സാധന, ഒരു നനഞ്ഞ പടക്കം, അതുപോലെ ഒരെണ്ണം. നീ ഇങ്ങ് വന്നേ, ഒരു സ്വകാര്യം പറയാം. നീ ഇത് വെച്ചോ. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ എന്റെ മകനായി ഒന്നുടക്കി. അവൻ എന്റെ ഈ കാര്യങ്ങളെല്ലാം ഈ കുന്ത്രാണ്ടത്തിലാക്കിയേക്ക. എന്നിട്ട് ഇതും വെച്ച് എന്നെ അങ്ങ് കൺട്രോൾ ചെയ്യും. എന്തോന്നത്? റിമോട്ട്. ഇതിന്റെ കുട്ടൻസ് ഒക്കെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇതെന്താണ് അവിടെ? അമ്പ് വരുന്നാളാ എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഇപ്പൊ ഇറങ്ങിയേക്കണം ഇവിടുന്ന്. എവിടാ നിന്റെ അമ്മ? ഓ, സീരിയല് സീരിയല് സീരിയല്. ഇവൾക്ക് പിന്നെ ഇതില്ലാണ്ട് പറ്റില്ലല്ലോ. എന്തായി, മായമ്മ വന്നോ? അതങ്ങനെ കൊറേ. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ കിടന്ന് തുള്ളുന്നേ? എന്നാ ഞാൻ സിനിമാറ്റിക് ഡാൻസ് കളിക്കാടി. നീ കൂടുന്നുണ്ടാ? അതെ, പുന്നാര മോന്റെ പരിപാടി ഉണ്ടല്ലോ, നീ കണ്ട? നീ ഇങ്ങനെ വന്നേ. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഓലക്ക, നീ നാളെ IELTS വീണ്ടും പോകുന്നു. എന്റെ പൊന്നപ്പ, എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. എനിക്കറിയാം നീ ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. തൽക്കാലം ഈ കുന്ത്രാണ്ടം അങ്ങോട്ട് കാണാം. നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ മനുഷ്യ? അല്ല, ഇതെന്താ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം? കാണിച്ചു തരാ. ഈ സാധനം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നീ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു മകനാവും. നോക്കിക്കോ. അപ്പാ, എനിക്ക് പഠിക്കണം. ഇനി ഇവൻ എപ്പോഴും പഠിക്കണം പഠിക്കണം എന്നാ പറയുള്ളൂ. പഠിച്ചോ പഠിച്ചോ.
Boom, boom, robo-da, robo-da, robo-da. Zoom, zoom, robo-da, robo-da, robo-da. Boom, boom, robo-da, robo-da, robo-da. Zoom, zoom, robo-da, robo-da, robo-da. അടിയാതെ ഉടലോട് പടിയാതെ ഉയരോട് ആറാം അറിവൻ ആരെ തൂക്കി ഏഴാം അറിവൻ എഴുപ്പും മുയற்சி എടി ഇന്ന് നമ്മുടെ മകൻ വരും. എനിക്കറിയാം. ഞാനിവിടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരിക്കുക. നമുക്ക് കാനഡയിൽ പോകണ്ടേ? പിന്നല്ല. എന്റെ മക്കളെ വാടാ. അല്ല, നിങ്ങൾ എന്താ പുറത്തു നിന്ന് സംസാരിക്കുന്നത്? വായോ, അകത്തേക്ക് വായോ. ഇല്ല, ഞങ്ങള് ജസ്റ്റ് വെക്കേഷൻ വന്നതാ. സിംഗപ്പൂർ, മലേഷ്യ, അവിടേക്കാണ് പോണ്ടേ. അതിനു മുൻപ് ജസ്റ്റ് ഇവിടെ നിന്ന് കേറിയെന്നുള്ളൂ. നമുക്ക് ഈ വീടും പറമ്പൊന്ന് വിറ്റാലോ? എങ്കിൽ പിന്നെ ഇപ്പൊ ഞങ്ങളും നിങ്ങളുടെ കൂടെ വരണായിരിക്കും അല്ലേ? നിന്റെ ഒരു കാര്യം. എന്നാൽ ഈ വീടൊക്കെ എന്ത് ചെയ്യണ? വിപ്പിക്കണോ നമുക്ക്? അല്ല, നിങ്ങൾ എന്റെ കൂടെ വരില്ല. നിങ്ങളിവിടെ അടുത്തുള്ളൊരു ഓർഫനേജിലാക്കാനായിട്ട് എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ട്. മോനെ, മതി മതി, നിർത്ത്. സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഒന്നാമത് ഞങ്ങൾക്ക് സമയമില്ല. വേഗം ഇറങ്ങ്. പിന്നെ ഇതെന്റെ മണ്ണാ. ഇവിടെ ഞാൻ എങ്ങോട്ടും ഇറങ്ങൂല. അതിന് നീ എന്തൊക്കെ കൂട്ടിയാ കൂടിയാലും നടക്കൂല. എനിക്കറിയാം നിങ്ങൾ ഇത് തന്നെ പറയുള്ളൂന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സാധനം കൊണ്ടുവന്നുണ്ട്. റിമോട്ട്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. ജനനഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകലു തേടുമ്പം കുലുമാൽ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. അച്ഛാ, എപ്പടിയുണ്ട് കഥ? സംഗതി പൊളിച്ചില്ലേ? ഓനെ കഥയൊക്കെ കൊള്ളാം. പക്ഷേ ഈ പള്ളിയിൽ ഇതൊക്കെ ഏൽക്കോ? എന്താച്ചാ ഏൽക്കാണ്ട്? അതല്ല, നമ്മുടെ ഈ പെരുന്നാളിന് കുറച്ച് പ്രവാസി ഫണ്ടും വരുന്നുണ്ടേ, അതുകൊണ്ടാണ്. എന്റെ പൊന്നച്ച, നമ്മുടെ ഈ കഥ പ്രവാസികൾക്കെതിരല്ല, അവരെ കളിയാക്കിയതുമല്ല. മറിച്ച് എന്തും മത്സരബുദ്ധിയോടെ കാണുന്ന, മക്കളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാത്ത മാതാപിതാക്കളെ, അവരെ മാത്രം, ചില വിവരദോഷികളുണ്ട് അതിൽ, അവർക്കെതിരാണ് നമ്മുടെ കഥ. അച്ഛാ, നമുക്ക് വിദേശികൾ വേണം, അവിടെ പോയി പഠിക്കണം, ജോലിയൊക്കെ മേടിക്കണം, ഒക്കെ നല്ലത് തന്നെയാ.
പക്ഷെ അത് മാത്രം മതിയോ? ഗവൺമെന്റ് ജോലിക്കാർ വേണ്ടേ? പോലീസുകാർ വേണ്ടേ? എന്തിന്? വിദേശത്തെ പഠിപ്പും അറിവും വെച്ച് ഇവിടെ നല്ല ബിസിനസ് തുടങ്ങണം. നല്ല ടീച്ചർമാരും വേണ്ടേ? അച്ഛനെ പോലെ നല്ല വിവരമുള്ള വൈദികർ വേണ്ടേ? അതെന്തായാലും വേണടാ കുഞ്ഞി. നല്ല വൈദികരൊക്കെ എന്നെ പോലെ വിവരമുള്ളവർ എന്തായാലും വേണം. അതിന് ഞാനൊക്കെ ഒരു വെരി റയർ ഐറ്റം അല്ലേടാ. അച്ഛാ ബി സീരിയസ്. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. അല്ല, ഇതിപ്പോ ആര് പഠിപ്പിക്കും? ആര് ഡയറക്റ്റ് ചെയ്യും? ആര് മ്യൂസിക് ചെയ്യും? ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യണ്ടേ? അച്ഛാ അതിനല്ലേ ഞാൻ. എന്തൊക്കെയായാലും ഈ 21-ാം തീയതി പെരുന്നാളിന് നമ്മൾ ഇത് കളിച്ചിരിക്കും, ഉറപ്പ്. ടിക്കറ്റ് വന്നു, വേഗം ചെല്ല്, വീട്ടിൽ അന്വേഷിക്കുന്നുണ്ട്. അത് ശരി, അപ്പൊ നീയും? അല്ലച്ചാ, അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ആരാന്റെ കണ്ടത്തില് ആരാണ്ട കൊത്തണത്, ആരാന്റെ തെങ്ങും മേല് ആരാണ്ട ചെത്തണത്, നല്ല ചങ്കാവിലെ കോരന്റെ കുട്ടിയാണ് ഞാനണ്ട പാടത്തെ കരുമണി മുത്താണ്, കളിക്കും കോരനും കടിയൂര് ഞാനണ്ട, കാക്കൂനും ചിരുതയ്ക്കും കുഞ്ഞാഞ്ഞ ഞാനണ്ട, നടകളെ നേരം പോയി മുമ്പേലും ഞാനുണ്ട്, മാളാലെ കൂട്ടിട്ട് കൊയ്യാനും ഞാനുണ്ട്. ഞാറുമുങ്ങണ് വരമ്പ് മൂടണ് നേരം മങ്ങണ് കണ്ട, ഓളുമുങ്ങണ് ഓളുമുങ്ങണ് ഒപ്പമുങ്ങണ് കണ്ട, താത്തി കൊയ്യണ് താളത്തി കൊയ്യണ് നീട്ടി കൊയ്യണ് കണ്ട, വട്ടി നിറയ്ക്കണ് കൊട്ട നിറയ്ക്കണ് താഴി നിറയ്ക്കണ് കണ്ട. നാടി വന്നപ്പോ ദേവി വന്നതും മുതവി പോയതും കണ്ട, വൈറ്റടി വന്നപ്പോ നാടറിഞ്ഞത് നെങ്കരി വെച്ചതും കണ്ട, വേല വന്നതും പാല പൂന്നതും മണ പരന്നതും കണ്ട, നീട്ടിപ്പാടണ കൂത്തുമാടത്തി പാവണാണെന്ന കണ്ട. നേരാണ് നേരാണ് നേരം കറുക്കണ്, രാമായണ കഥ പിന്നെയും പാടണ്, ദരികൻ ചാവണ് കളിയും തുള്ളണ്, വെള്ളവും കേൾക്കണ് താളവും കേൾക്കണ്. ഹാസ്യമെന്നോ ആക്ഷേപമെന്നോ സ്കിറ്റെന്നോ നാടകമെന്നോ എന്തു പേരിട്ടും വിളിച്ചോളൂ. ആദ്യമേ ഞങ്ങൾ പറഞ്ഞ പോലെ ഒടുക്കം ചിലരുടെയൊക്കെ തിരിച്ചറിവുകളാണ്. ഇടവേളകളില്ലാതെ ആഘോഷങ്ങളിലൂടെ കുറച്ച് സംശയങ്ങൾക്ക്, കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. ഒരുപക്ഷെ 2050-ലെ വാർത്തകൾ ഇങ്ങനെയായിരിക്കാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഒരു വീട്ടിൽ ഒരു 30 വയസ്സുകാരനെ കണ്ടെത്തി. ഓരോ ജില്ലയിലും 10 അനാഥാലയങ്ങൾ എന്ന പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറക്കിയിരിക്കുന്നു. കേരളത്തിൽ പരസ്പരം അങ്ങോട്ടും സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 1 നിന്നും 2 ആയിരിക്കുന്നു. കേരളത്തിലെ ഒരു വീട്ടിൽ 2-ൽ കൂടുതൽ അല്ലെങ്കിൽ 1-ൽ കൂടുതൽ ആൾക്കാരുള്ളവർക്ക് 1 കിലോ അരി വെച്ച് മാസം കൊടുക്കുമെന്ന് ഗവൺമെന്റ് ഉത്തരവിറക്കി. എങ്കിൽ പോലും ഇതുവരെയും ആരുടെയും പേര് തന്നെ ഈ കോളത്തിൽ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെ. അനേകം വർണ്ണങ്ങൾ കൂട്ടിച്ചാലിച്ച ഒരു പുസ്തകം പോലെയാണ് ഓരോ മനുഷ്യ ജീവിതം. നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറട്ടെ. മാറ്റം എല്ലാ കാലത്തും അനിവാര്യമാണ്.
പക്ഷേ പിറന്ന നാടും സംസ്കാരവും മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടാവണം ആ മാറ്റമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തൊക്കെയായാലും ദൈവത്തിന് അങ്ങനെ ഈ നാടിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. വ്യത്യസ്തങ്ങളായ മനോഹരങ്ങളായ പല വർണ്ണങ്ങൾ പോലെ ഈ നാട്ടിലെ ഓരോ ജീവിതങ്ങളും പ്രകാശിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, നിർത്തുന്നു. നേരിൻ വഴി തഞ്ചാലകവാതിൽ നീ ഇടനെഞ്ചിൻ തുടികളിൽ ഉണരും സ്വരമോ നീ നിന്മലർവാടിയിലെന്നും വാടാമലരുകൾ ഞങ്ങൾ അനഘ സംഗീതമിവിടെ ഒഴുകുന്നിതാ അമര സൗഹാർദ്ദമിവിടെ ഉണരുന്നിതാ ആയിരം കാതമകലി നിന്നു നീ തൂകിടും മന്ദഹാസം ഇവിടെ ഈ സാന്ധ്യ ശോഭയിൽ ഞാൻ അറിവൂ ആയിരം കാതമകലി നിന്നു നീ തൂകിടും മന്ദഹാസം ഇവിടെ ഈ സാന്ധ്യ ശോഭയിൽ ഞാൻ അറിവൂ